വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് DFT ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് കാണുന്നത്. ദാറ്റ് ഈസ് എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഓഫ് എ 2N-point റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു 2N-point ക്വസ്റ്റ്യനിൽ തരും. അതിൽ നിന്ന് നമ്മൾ N-point DFT യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. സപ്പോസ് നമുക്കൊരു 8 വാല്യൂസ് ഉള്ള ഒരു സീക്വൻസ് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ സീക്വൻസിനെ നമ്മൾ 4-point DFT യൂസ് ചെയ്തിട്ട് കാണാൻ പറയും. സോ അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ ബേസിക്കലി കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു G of n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2N-point ആണ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തരിക 2N-points ആണ്. എന്നിട്ട് N-point DFT യൂസ് ചെയ്യാൻ നമ്മളോട് പറയും. സോ ഈ G of n എന്ന് പറയുന്ന സീക്വൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ 2 സീക്വൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് x1 of n എന്ന് പറയുന്നത് G of 2n x2 of n എന്ന് പറയുന്നത് G of 2n+1 ആയിട്ടാണ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ 2 സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈവൻ പൊസിഷനിലുള്ള സീക്വൻസ് ആയിട്ടും ഓഡ് പൊസിഷനിലുള്ള സീക്വൻസ് ആയിട്ടും നമ്മൾ 2 സീക്വൻസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത അതേ പ്രൊസീജിയർ കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 റിയൽ സീക്വൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണുന്നുള്ളത് അതേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മൾ ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ കിട്ടിയ DFT സീക്വൻസിനെ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ DFT കാണുകയാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ കിട്ടിയിട്ടുള്ള കമ്പൈൻഡ് ഇക്വേഷനെ 2 സെപ്പറേറ്റ് സെക്ഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യൂസിങ് കോൺജുഗേഷൻ പ്രോപ്പർട്ടി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സെക്ഷനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ നമ്മൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുക, ഈ x1 of n-ൻ്റെയും അതുപോലെ തന്നെ x2 of n-ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആക്കും. ആ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ DFT നമ്മൾ കാണുകയാണ് ചെയ്യുക. ആ കിട്ടുന്ന DFT x1 of k-യും x2 of k-യും ഉണ്ടാവും. അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. സോ ഇവിടുത്തെ കേസിൽ ദിസ് ഈസ് അവർ ലാസ്റ്റ് ഔട്ട്പുട്ട്. G of n-നെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ G of k കിട്ടും. അതിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് G of 2n ഈവൻ നമ്പേഴ്സിൻ്റെ ലൊക്കേഷനിലുള്ളതിൻ്റെ എക്സ്പ്രഷനും അതുപോലെ തന്നെ ഓഡ് നമ്പറിൻ്റെ ലൊക്കേഷനിലുള്ളതിൻ്റെ എക്സ്പ്രഷനും. ദറ്റ് ഈസ് x1 of n ആൻഡ് x2 of n. സോ നമുക്കറിയാം അതെന്ന് പറയുന്നത് n=0 to n-1 ആയിരിക്കും ലിമിറ്റ് നമുക്ക് വരിക. ഇതിൽ 2n എന്നുള്ള ലൊക്കേഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഈവൻ ലൊക്കേഷൻ ആയിരിക്കും. 2n+1 എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓഡ് ലൊക്കേഷൻസ് ആയിരിക്കും. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് 2n പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടുഡിൽ ഫാക്ടറിൻ്റെ ഇവിടെ 2n ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് 2n ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പവറിൽ നമുക്ക് 2n വരും. സെക്കൻഡ് ടേമിൻ്റെ കേസിൽ 2n+1 ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പവറിൽ നമുക്ക് 2n+1 വരും. സോ ഈ ടുഡിൽ ഫാക്ടർ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടേമുകൾ വരുന്നുണ്ട് ഇല്ലേ. ഈ കെയിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടുഡിൽ ഫാക്ടേഴ്സ് കിട്ടും. ഇതിൽ W2n⁻k എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n, സ്മോൾ n. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെ മാറും. ഇതിൽ G of 2n എന്ന് പറയുന്നത് ഞാൻ x1 ആയിട്ടും G of 2n+1-നെ x2 ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ DFTയുടെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരുന്നത് എന്താണ്, ഈ 2n എന്നുള്ള ഫോമൊക്കെയാണ് നമുക്കവിടെ ഒരു വ്യത്യാസം വരുന്നത് അല്ലേ. സോ അതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടുഡിൽ ഫാക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. ടുഡിൽ ഫാക്ടർ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. Wn⁻2 എന്ന് പറയുന്നതിനെ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് Wn/2 എന്ന് നമുക്ക് എഴുതാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. e⁻j2π/n × 2 ആണ് വരുന്നത്. ഈ *2നെ ഞാൻ n/2 എന്നുള്ള ഫോമിലേക്ക് എഴുതുകയാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഇക്വേഷന് മാറ്റമൊന്നും വരില്ല. സോ നമ്മളുടെ സാധാരണ എക്സ്പ്രഷനിലെ ടുഡിൽ ഫാക്ടർ e⁻j2π/n ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ Wn എന്ന് എഴുതിയിരുന്നത്. ഇവിടെ നമുക്ക് n/2 ആയതുകൊണ്ട് നമുക്ക് Wn/2 എന്ന് എഴുതാം. സോ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം, W2n-നെ നമുക്ക് Wn എന്ന് നമുക്ക് മാറ്റി എഴുതാം അല്ലേ. സോ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനെ ഞാൻ എങ്ങനെ മാറ്റുന്നു, ഐ ആം റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. സോ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, ദിസ് ഇസ് എ ഇക്വേഷൻ ഫോർ ദ DFT. x1 of n-ൻ്റെ DFT കാണുന്ന ഇക്വേഷനാണിത്. അതുപോലെ തന്നെ x2 of n-ൻ്റെ DFT കാണുന്ന ഇക്വേഷനാണ് ഇത്. അതിൻ്റെ കൂടെ നമുക്കൊരു ടുഡിൽ ഫാക്ടർ ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലേ. സോ അങ്ങനെയാണ് G of k-നെ എനിക്ക് എങ്ങനെ എഴുതാം, ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് x1 of n-ൻ്റെ DFTയുടെ റെപ്രസെൻറ്റേഷനാണ് ഇത്. അതുപോലെ തന്നെ x2 of n DFTയുടെ റെപ്രസെൻറ്റേഷനാണ് ക്യാപിറ്റൽ X2 of k.
സോ ജി ഓഫ് കെയ്ക്ക് എനിക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഹാഫേ ആവുന്നുള്ളൂ. ഇനി നമുക്ക് അതർ ഹാഫ് കാണണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. സോ ഈ രണ്ട് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം കാണുമ്പം നന്നായിട്ട് മനസ്സിലാവും. ഈ ലെക്ചറിൽ ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ലെക്ചറിൽ നമുക്കിതിൻ്റെ പ്രോബ്ലം കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.